വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ വ്ലോഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ കുറെ കുട്ടീസ് ഒക്കെ ഇങ്ങനെ കമന്റ് ചെയ്തു, ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്യൂ, ഫുഡ് ചലഞ്ച് വീഡിയോ. അപ്പൊ നമ്മുടെ കുട്ടീസിന് ആഗ്രഹപ്രകാരം നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച്. എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് പൊന്നൂസ് പറഞ്ഞു? ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും, പക്ഷെ നമ്മളിപ്പോ ഒരുപാട് പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു വെറൈറ്റി ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ശൈലിയിൽ തന്നെ, പക്ഷെ ഇതോടെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ഇച്ചിരി വ്യത്യസ്തമുണ്ട്. അപ്പൊ ഈ ഗെയിം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഗെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ബോട്ടിൽ ഒരു കാഫാഹം വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽ നമ്മളിങ്ങനെ കറക്കി ഇടുമ്പോ അത് നേരെ നിന്നാൽ മാത്രം നമ്മുടെ ഈ ബൗളിൽ കുറെ പേപ്പേഴ്സ്. ആൾക്കാർ ഇത് നേരെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഫുഡ് കഴിക്കുന്നു എന്നുള്ളൊരു ഗെയിമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിങ്ങനെ നേരെ നിന്നാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഈ ബൗളിൽ നിന്നും നമ്മൾ കുറേ ഫുഡ് ഐറ്റംസും, അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഒരു വട്ടം ഇതും വീഴണം, രണ്ടാമത് ഇത് എടുക്കുകയും വേണം. അപ്പൊ നമ്മള് ഇത് നേരെ നിൽക്കുവാണെങ്കിൽ മാത്രം നമ്മൾ ഇത് എടുക്കാം. ഇതിനകത്ത് വാട്ടർ മെലൺ, സ്ട്രോബെറി അങ്ങനെ കുറെ ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. അത് നമ്മളെടുത്ത് തുറന്നു നോക്കുമ്പോ ഏത് ഫുഡാണോ കിട്ടുന്നത് അത് നമുക്ക് തിന്നാം അല്ലേ? അപ്പൊ മോനോട്ടൻ ഇത് ഏതൊക്കെ ഫുഡാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പരിചയപ്പെടുത്തി തരും. അപ്പൊ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മുടെ മൗസമ്പി ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ ബണ്ഡോളുണ്ട്, പിന്നെ നമ്മളെ സ്പൈസി നൂഡിൽസ്. ഇതാണ് പൊന്നൂസ് മോണ്ടന് ഏറ്റവും പേടിച്ചിരിക്കുന്ന സംഭവം. ഭയങ്കര സ്പൈസി ആട്ടോ. പിന്നെ ബിരിയാണി ഉണ്ട്, മന്തി, പിന്നെ നമുക്ക് പണിഷ്മെന്റ് ആയിട്ട് ഇത് പച്ചക്ക് തിന്നണം. കുക്കുംബർ, ഇത് പാവയ്ക്ക, ഇത് നാരങ്ങ, ഇത് മുക്കി തിന്നാൻ. പിന്നെ പെപ്സി ഉണ്ട്, സാദാ വെള്ളവും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാ, പിന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ചെറുതിൽ നിന്നാണ് നമ്മൾ വലുതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ ഇറങ്ങിക്കോ, ഇനി പുറകെ നടന്നോ, ബാക്കി പോയിക്കോ. പക്ഷെ അടുത്ത വട്ടം ഒറ്റ റൗണ്ടേ ഉള്ളൂ കേട്ടോ. അതിനും ബാക്കിലോട്ട് മാറിക്കോ. പോയി ഒറ്റ ട്രിപ്പ് ഉള്ളു. അത് വെച്ചാലേ മോനെ. രണ്ടാമത്തെ റൗണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. കുപ്പി ഇരിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുപ്പി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പൊ മൂന്നോട്ടം തന്നെ തുടങ്ങിക്കോ, ഒറ്റ ചാൻസേ ഉള്ളൂ. എല്ലാരും മക്കള് ഇവ ആലോചിക്കുന്നില്ല, എടുത്താൽ ഇടുവാണ്. ഒരിടാ ഒന്നുകൂടെ കൊറണ്ടി വല്ലതും വേണോ? അപ്പൊ മനസ്സിലായി, ഞാൻ പോയിക്കോട്ടെ. അളമ്പ് കാണിക്കവരെല്ലാരും. നിങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഒരു വട്ടം എന്നാലേ കളി. അത് ഇരുന്നില്ലല്ലോ നമ്മുടെ മാറി. ഓ, മൂന്നിടയിൽ പറ്റുന്ന കസേര വേണോ? ഒരു വട്ടം കൂടെ. എനിക്ക് പക്ഷേ അല്ല, എനിക്ക് നീ മാറ്. മക്കൾ തന്നെ ഇറങ്ങിട്ട് അങ്ങ് മാറണം. ഒരു വട്ടം കൂടെ ഉണ്ട്. ഒരു വട്ടം മതിയടി, അത് അളമ്പാവൂടി. കാരണം ഇവർക്ക് രണ്ടോട്ടം കൊടുത്ത ഇവര് ഈ ജന്മത്തിൽ ചിലപ്പോ ഇങ്ങനെ ഇരുത്തത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് അടിച്ചു കളയാം. നമുക്ക് ഇതുവരെയായിട്ട് അത്താക്കി കിട്ടി. നിങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, എം ടി. അവന് സന്തോഷം കണ്ടോ? അവനെ കണ്ടോ? അപ്പൊ ഗൈസ് എംടി ആണ് അത്തക്ക് കിട്ടിയ പാവത്ത. ആ സാരമില്ല, കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളത് അത്താടെ. മേളിൽ കയറിക്കോ. വീഴും കേട്ടോ.
ഓ ആ, guys, പോയി. ബിരിയാണി. ഒറ്റ വെട്ടുള്ള നല്ല രസം വരും. അതെന്തോ മോളെ ഒരു വട്ടേ ഉള്ളു കുഞ്ഞെ. Guys, അടുത്ത അമ്മ ആണ്. ചോറ് ഇപ്പൊ കളഞ്ഞേനെ. എന്നാ വിശന്നിട്ട് വയറ് കത്തുന്നു, എന്തെങ്കിലും കിട്ടണ്ടേ? അടുത്ത അമ്മ. മക്കളെ അമ്മച്ചിയായി. എന്റെ പൊന്നിന് തരാടി ചക്കര. അയ്യോ എനിക്ക് ബിരിയാണി അമ്മക്ക് ബിരിയാണി കിട്ടി. ബിരിയാണി എന്റെ ചക്കര വേവിക്കാനോ? എനിക്ക് അപ്പൊ ഫ്രണ്ട്സ് ഫസ്റ്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇനി മാറി ഞാൻ കളിക്കട്ടെ. അല്ല നിനക്കൊരു ചാൻസും ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് ഒരു ചാൻസ് ഉണ്ട്. ചാൻസും ഉണ്ട്. ഓക്കെ മതി ബിരിയാണി. ബിരിയാണി മതി കേട്ടോ. കുറച്ച് ലാസ്റ്റ് പിടി പിടിക്കാൻ ഭയങ്കര സന്തോഷത്തിലായതുകൊണ്ട് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ എനിക്കൊരു ചാൻസ് ഉണ്ട്. ഒന്ന് മാറി മോനെ. അടുത്ത മോനിട്ടനെ. മോനോടനോ? അല്ല അത്ത വീഴ്ത്തി. ഓ ഗായ്സ് അത്ത വീഴ്ത്തി. നിമിഷം എന്റെ തങ്ക കൂട Spicy. സ്പൈസി മാഗി എടുത്താൻ കളഞ്ഞേരം പൊന്നു. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. എനിക്ക് 2 വട്ടം വീണ്. പൊന്നൂസ് മോനോടനെ സ്പൈസി മാഗി കഴിക്കാൻ ഭയങ്കരമായിരുന്നു. നിക്ക് എരിയുണ്ടോ? ഓ എനിക്ക് എടുത്തേ. എരിയുണ്ടോ? മതി കുറച്ച് മതി കുറച്ച് മതി. ഓ ഓക്കെ മതി. എരിയുണ്ട്. ഇതുവരെയായിട്ട് ബിരിയാണി നൂഡിൽസ് ആണ് നമുക്ക് കിട്ടിയത്. അതെ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി കൊച്ചു ഉപ്പി വരെ ഞങ്ങൾ എടുത്തത്. ഓക്കെ റെഡി 1 2. അതെ അവർക്കറിയാം എന്തോ കിട്ടിയെന്ന്. മോനോട്ടെ. കിട്ടിയിട്ടില്ലല്ലോ. അതെ മന്തിയൊക്കെ ചൂട് മന്തിയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് കാത്ത്. ഓ ഗായ്സ് സൈഡ് പന്ന സാധനങ്ങളൊക്കെ അങ്ങനെ മോനിട്ടന് വീണു. എന്തോടി എടുത്തരാ. താങ്കൾ ഇവിടെ നിൽക്കൂ. താങ്കൾ ഇവിടെ നിൽക്കൂ. കാരണം വെച്ചാൽ മോനുടനും പൊന്നൂസ് ഇടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഇനി പൊന്നു താങ്കൾ എടുക്കൂ. മോനുടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ വാട്ടർമെലൻ. കാരണം അവൻ ഹെൽത്തി ഫുഡ് തന്നെ. ഫ്രൂട്ട്സിന്റെ ആയിട്ട് നമ്മള് ലഞ്ച് ബോക്സ് ഒക്കെ ഇടുമ്പോൾ എപ്പോഴും പറയാറുണ്ട്. മക്കളെ കഴിച്ചു. എന്റെ പൊന്നു ചക്കര കഴിച്ചു കേട്ടോ. മതിയാ? ഓ വേണ്ട, കഴിക്കണോ എന്നാൽ വേണ്ട കേട്ടോ. ഓക്കെ മോനോട് ഒരു ചാൻസ് കൂടെ. ഓക്കെ പോയി. ഇനി അടുത്ത പൊന്നു. അയ്യോ വിഷമിക്കാൻ നമുക്ക് സമയം ഉണ്ടല്ലോ. മോനോട്ടന് കിട്ടിയാലും പൊന്നൂനും കിട്ടും. മുഖം വാടി തളന്നിടാതെ ഓമനപ്പ് മുഖം. എടുത്തോ. മന്തി. അയ്യോ ഓക്കെ മന്തി തിന്നാൻ വേണ്ടി പ്ലേറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചേക്കാണ്. അതെ ഞങ്ങൾക്ക് എന്തായാലും തരുന്നില്ലെന്ന്. വളരെ കുറച്ച് മതി. മയോനൈസ് അടുത്ത് തന്നെ മയോനൈസ് ഇരിപ്പുണ്ട്. അതെടുക്കാം. സാലഡ് ഇരിപ്പുണ്ട്. എല്ലാം ഉണ്ട്. അതെ ഈ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഞാൻ നോക്കിയിട്ട് മന്തിയാണ്. ശരിയാണ്. ഓ ഇരുന്ന് കഴിച്ചോളൂ. തോറ്റു. ഇല്ല പൊന്നു അടുത്ത റൗണ്ടിൽ ജയിക്കും. ഓ ഞങ്ങൾ കൊതിപ്പിക്കുവല്ലേ. ഞങ്ങൾ കൊതിവിട്ടോ?
ഞങ്ങളെ കൊതിപ്പിക്കുവാ. പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു റാഞ്ച് മതി ഗെയിം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അണ്ണൻ മതിയാക്കി കഴിഞ്ഞ അണ്ണനെ പിടിക്കണം. അല്ല സത്യം പറഞ്ഞാൽ ഈ ബിരിയാണി തണ്ണിമ ഇതൊക്കെ നമ്മള് ഇതായിട്ട് വെച്ചേക്കുന്നത് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനം. ആഗ്രഹം എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയാൽ കൊള്ളാം. അതെ, പക്ഷേ അതെ പെപ്സിയോ വെള്ളം എനിക്ക് ഇഷ്ടം തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. ശരി, നമുക്ക് അടുത്തോട്ടേക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. പോച്ച് മോനുടെ അവിടെ നിന്നോണ്ടേ കേട്ടോ. അല്ലല്ല അല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. താങ്കൾ കയറി നിൽക്കും. പൊന്നു വിഷമിക്കണ്ട, എന്റെ പൊന്ന അടുത്തത് കേട്ടോ. ചക്കര തിണ്ടി അടുത്തയാണ് ഇത് മന്തി. അത്ത തിന്നിട്ട് ബാക്കി എന്നാ സാർ കസേരയിലേക്ക് ഇരുന്ന് കഴിഞ്ഞു. ഇനി കറിയാണ്. പൊന്നുയെ വിഷമിച്ചിരിക്ക. പൊന്നു അടുത്തത് എന്റെ അമ്മ പറഞ്ഞു. ചിക്കൻ വേണ്ട, മൈനസ് ചിക്കൻ വേണ്ടെന്ന്. ഇത്രയും വലിയ ഭാഗ്യം കിട്ടിട്ട് അദ്ദേഹത്തിന് ചിക്കൻ വേണ്ട. ചിക്കൻ എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. മയോനൈസ് ഒഴിച്ചു മതിയോ? കൂട്ടണ്ട, മക്കൾക്ക് കിട്ടും, വിഷമിക്കണ്ട. പൊന്നു അടുത്ത കിട്ടാൻ പോകും. എന്തിനാ വിഷമിക്കുന്നേ? അടുത്ത റൗണ്ട് എന്റെ തങ്ക കൂടൻ ജയിക്കും കേട്ടോ. ഇനി ഒരു കാര്യം ചെയ്യ്. ഇന്ന് മൊത്തം കഴിച്ചിട്ട് എണീക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ മോളോടെ കഴിക്കട്ടെ. പൊന്നിന് മന്തി കിട്ടണമെന്നാണ് ആഗ്രഹം. ഓക്കെ, കിട്ടും കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ട്. കൂട്ടന് ഒരു ചാൻസ് കൂടെ ഉണ്ടേ. ഓക്കെ, ദേഹത്ത് കെട്ടി മാറിയോ. ഇനി പൊന്നും കിട്ടും, പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ലേ പൊന്നൂർ ഈ വട്ടം വീഴുന്നു. നമ്മടെ കരുന്നാ കാട്ടാ. എന്റെ അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു പൊന്നൂര് കിട്ടണേന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ഇതാണ്. ഞാനൊന്നും വലിയ കുഴപ്പം വലിയ എരിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചില്ല. എന്നാലും എനിക്ക് പൊന്നൂന് എല്ലാവർക്കും കിട്ടി. എനിക്ക് 2 കിട്ടി, അത്താക്ക് 3 കിട്ടി. അമ്മക്ക് ഒരെണ്ണം പക്ഷെ ഒരെണ്ണം അത്താക്ക് കിട്ടിയില്ല, മുട്ടയായിരുന്നു. അമ്മക്ക് ഒന്നേ കിട്ടിയുള്ളൂ. അമ്മക്ക് നിങ്ങൾ കഴിച്ചോട്ടെ മതിയോ? ഇന്ന് കഴിയുവോ? മതിയോ? ഓക്കെ പൊന്നൂന് ഒരു ചാൻസ് കൂടെ ഉണ്ടേ. അവസാനം കണ്ട അവസാനം കിട്ടാനത് അവസാനം പടച്ചോ അനുഗ്രഹിച്ചങ്ങ് തന്നെ കൂടെ. എനിക്ക് പൊന്നൂന് 2 കിട്ടി. ഒരുമിച്ച് കിട്ടി. ഇനി പൊന്നൂന് ഒരു വട്ടം കൂടെ ഉണ്ടമ്മ. ഒരു വട്ടം ഓക്കെ ആണോ? അപ്പൊ ഗയ്സ്, ഞാൻ സ്പൈസി നൂഡിൽസ് കഴിച്ചു. ട്രിപ്പിൾ ഭാഗ്യമാണ് കേട്ടോ. ഇനി ഒരു വട്ടം കൂടി ഇടാൻ പറ്റും. കാരണം 2 വട്ടം ഇത് നേരെ നിന്നില്ലേ. ഒന്നുകൂടി ഇട്ടോ പൊന്നു. 3 ഭാഗ്യം. ഇനി അമ്മയാണ്. അമ്മക്ക് കിട്ടണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുക. അല്ലാഹേ കാത്തോടെ. പക്ഷെ ഞങ്ങൾക്ക് കരുനാക്കില്ല. അപ്പൊ എനിക്ക് അല്ലാഹേ കാത്തോടെ നമുക്ക് കിട്ടണം, അല്ലാഹേ കാത്തോടെ നമുക്ക് കിട്ടണം, അല്ലാഹേ കാത്തോടെ. ഒരു വട്ടം കൂടെ ഉണ്ട്. ഇല്ല, പോയി കഴിഞ്ഞാൽ ഒറ്റ വട്ടേ ഉള്ളടി. ഞങ്ങൾക്ക് അമ്മക്ക് കിട്ടി. ഇങ്ങോട്ട് വാരി എടുക്കണം. അമ്മേ, ചെറിയ പേപ്പർ എടുക്കരുത്, അത് എംറ്റി ആയിരിക്കും. ചെറിയ പേപ്പർ എടുക്കല്ലോ, വലിയ ബുദ്ധി. സ്നേഹമല്ലേ, സ്നേഹം. സ്ട്രോബെറി ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. സ്ട്രോബെറി കഴുകി ഉപ്പിട്ട് കഴുകിയൊക്കെയാ വെച്ചത് കേട്ടോ, പാക്കറ്റിൽ നിന്ന്. അമ്മ ഇതാ നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉപ്പുണ്ടോ? നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കാം. മധുരോ? നല്ല മധുരം. ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ സ്ട്രോബെറി അല്ലായിരുന്നു, അപ്പൊ ഞാൻ ഒരു സ്ട്രോബെറി കൂടെ കഴിക്കും. നമ്മളിത് വാങ്ങാൻ പോയപ്പോ ഇന്ന് ഇതായിരുന്നു, എന്തായിരുന്നു ഓഫർ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2 പാക്കറ്റ് മേടിച്ചേ.
നല്ല മധുരം ഉണ്ടോ? നല്ല മധുരമുണ്ട്, പുളിയൊന്നും ഇല്ല കേട്ടാ. ഇല്ല, നിങ്ങൾ ഇനി ഇത് ഇട്ടിട്ട് വേണം നിങ്ങൾക്ക് സ്ട്രോബെറി ഇട്ടാ. എനിക്ക് സ്ട്രോബെറി. അപ്പൊ ഗൈസ് ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മക്ക് ഈ വട്ടം. എനിക്ക് താങ്ക് യു. അമ്മ ഇവിടെ നിൽക്കണം. എനിക്ക് വീഴുമ്പോ മാത്രം കാരണം അണ്ണനൊരു ശക്തനല്ലേ, വീഴും. ഞങ്ങളൊക്കെ ബലഹീനരാണ്. ഞാൻ വടംവലി അണ്ണൻ ഇതൊക്കെ അറിയാം. കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സ്പൈസി മാഗി മൊത്തം ഇതാണ് അല്ലല്ല അങ്ങനൊന്നുമില്ല. 4 വിധം എഴുതിയിട്ടുണ്ട് സ്പൈസി മാഗി. ഞങ്ങൾക്ക് കൊള്ളാം. എന്താ എന്റെ അടുത്ത് എന്തോ കയറുള്ള പോലെ. ഓക്കെ സാധാരണ മാഗി എന്തോന്നടേ അടുപ്പിച്ചടുപ്പിച്ച്. ആ എഡ് പാവയ്ക്ക. എന്താ പൊന്നേ. അപ്പൊ ഫ്രണ്ട്സ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വീഴാൻ ഒരുപാട് ഭാഗ്യം ഉണ്ടായി. പക്ഷെ കിട്ടുന്നത് മൊത്തം ഇത് തന്നെ അവസ്ഥ. പിന്നെ മന്തിയൊക്കെ കിട്ടിയോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ല കഴി വൃത്തിയാക്കിയല്ലോ അല്ലേ? നല്ല വൃത്തിയാക്കി ഉപ്പിട്ട് കഴി വെച്ചേക്കാം. മതിയോ? മതി. ഞാൻ നീ കഴിക്കണ്ട. അത്താഴത്ത ഗ്രോഹം ചെയ്യാനാ അവനൊക്കെ ആഗ്രഹം. അത്താക്ക് വീഴുമ്പോ യോ, അമ്മാക്ക് വീഴുമ്പോ അത്താക്ക് വീഴുമ്പോ യോ, അമ്മാക്ക് വീഴുമ്പോ ഹായ്. അത്താക്ക് പുളി ഉണ്ടാത്താ? പുളിയല്ല, കയ്പാ. പാവയ്ക്കാൻ തന്നെ പാവയ്ക്കാൻ വീട്ടിലൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇനി ആരാ ഇടുന്നത്? അണ്ണൻ തന്നെയാ. അണ്ണൻ ഒന്നുകൂടെ മാറി മോനെ. അപ്പൊ ഒന്നും കൂടി ഇടാൻ പോവാണ്. പൊന്നു ഇപ്പൊ പഠിച്ചല്ലോ അല്ലേ? ഇന്നലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നീ വീണില്ലല്ലോ. മൂന്നോട്ട് അങ്ങോട്ട് മാറാം. അക്കച്ചിയുടെ കീഴിൽ നിൽക്കരുത്. അപ്പൊ അക്കച്ചി ഇടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇട്. പെട്ടെന്ന് വല്ല ഇടിനേ. ഇത് എന്തുവാ ഇത്? അത പെട്ടെന്ന് ഇട്ട വീടത്തേ ഉള്ളൂ. ഓ എന്റെ സ്ട്രോബെറി ഒക്കെ തെറിച്ചു പോയി. പിന്നല്ലാതെ പെട്ടെന്ന് ഇട്. ഞാൻ മനസ്സിൽ ആരാഴ്ച അമ്മക്ക് കിട്ടും. ഒരെണ്ണ എടുത്തോളൂ. 3 എണ്ണം വന്നേന് ഞാനിപ്പോ എന്താ ചെയ്യണം? ബൺറോള് ആഗ്രഹിച്ചു കണ്ണേ. ഇച്ചിരി കൊടുത്തോ ഒരു കടിക്ക് ചെറുതായിട്ട്. വേണ്ട, ഇനി അവസാന പ്രശ്നമാവും. ഓക്കെ കഴിക്കാമേ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് എല്ലാരെയും കൊതിപ്പിക്കണം. ഇനി കൊതിപ്പിച്ചിട്ട് കടന്നു കളയണം. പൃഥ്വിരാജ് പറഞ്ഞ അടിപൊളി. യോ എന്റെ ഒറ്റ ഇടത്തിന് എന്റെ 2 സ്ട്രോബെറി തുണ്ടാച്ചു. ഓക്കെ ആ പോട്ടെ സാരമില്ല. 2 ആയി. കാര്യമായിട്ട് വല്ലതും കൊടുക്കണേ. കാരണം എന്ന് വെച്ചാല് ഇതെന്തുവാടാ സ്പൈസി മാഗി? എനിക്ക് ഇതേ അയ്യോ പരിശോധിച്ച് ചതിയത് പുറത്തെന്റെ പിന്നീന്നൊരടിയത്. പെതുക്കെ പൊന്നു അല്ലേ തുറന്നു കിടന്നേ. പിന്നെ എനിക്ക് പെപ്സി ഇങ്ങ് താന്ന് പറയാ. പെപ്സി ഇരിക്കില്ല ഇങ്ങ് തരാൻ.
നല്ല പൊക്കിയിടും മോനെ വീണിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് ലാസ്റ്റ് ആർക്കാ ഭാഗ്യമുള്ളതെന്ന് നോക്കാം. പെപ്സിയിലാണ് ഇനി. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ പറയാൻ പോകുന്നത് ഈ പെപ്സി, 2 പെപ്സി ഇരിപ്പുണ്ട്. ഈ പെപ്സിയിൽ ഒരെണ്ണം ആർക്ക് കിട്ടുന്ന അപ്പൊ നമ്മൾ ഈ ഗെയിം ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ, മതി 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 മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണ്ടേ? ഓക്കെ ഓക്കെ, പെപ്സി വരെ കളിക്കാം. അടുത്ത പെപ്സി ആയിരിക്കും വീഴുന്നത്, നോക്കിക്കോ. ഒരു തണ്ണിമത്തങ്ങ ഇങ്ങനത്തെ ഒരു തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ വേണ്ട കളി നിർത്തണം. കളി നിർത്താനോ? പിന്നെ നിർത്തത്തില്ല. നിക്കേ, മക്കളാ ഭാര്യമാരെ എല്ലാരും ആയിരിക്കും, പക്ഷെ ഇത് കളിയാണ്, ഗെയിമാണ്. അതുകൊണ്ട് ഞാൻ ആർക്കും തരും. ഇപ്പൊ അത് തീർക്കും ഒറ്റയടിക്ക്. ഒരു 2 സ്ട്രോബെറി. കടയോ ഒരു ഒരു സ്ട്രോബെറി ഫ്രണ്ട്സ്. അപ്പം നമ്മള് ഫൈനലി തീരുമാനിച്ചേക്കുവാണ്. നമ്മളെ പൊന്നൂസ് മോനോടനെ എത്ര എറിഞ്ഞിട്ടും പിന്നീട് വീഴുന്നില്ല. എനിക്കും തീരെ ഭാഗ്യമില്ല, എനിക്ക് കിട്ടില്ല, അങ്ങനെ മാത്രം കിട്ടും. നമ്മൾ ഫൈനലി തീരുമാനിച്ചിരിക്കുന്നത് കുപ്പി എറിയൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ഫുഡ് തീർക്കണമല്ലോ. നമ്മൾ ഇത്രയും ഓരോരുത്തരായിട്ട് എടുക്കാം. അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഇത് കളിക്കേണ്ട ഉപ്പാട് നിങ്ങൾക്കും ബോറടിക്കും. ആദ്യം മോൻ ഫുഡ് എടുക്കും. ഇപ്പഴേ തുറക്കല്ലേ, ഒരുമിച്ച് തുറക്കും. വെച്ചോ മടക്കി വെച്ചോ, എടുത്ത് മടക്കി വെച്ചോ. ഒരുമിച്ച് കഴിക്കാം. എടുത്തു, അത് ഒന്നും ഇല്ല. എന്തിനു തേങ്ങാ പിണ്ണാക്കട്ടെ. നമുക്ക് അറിയത്തില്ല, ചിലപ്പോ പണിഷ്മെന്റ്. എനിക്ക് MT. ഇവർക്ക് രണ്ടുപേർക്കും എനിക്ക് നാരങ്ങ ബിരിയാണി. ബിരിയാണി അപ്പൊ നാരങ്ങ ആദ്യമായിട്ടാണ് ഒരു പണിഷ്മെന്റ്. ഞാൻ തരാം. ഇനി വാ തുറ. അല്ലല്ല, അങ്ങനെ എന്നാലേ വരൂ. അത് ഇറക്കണം. ഞാൻ പാവക്ക് ഇന്നതാ പണിഷ്മെന്റ്. ഇല്ല അങ്ങനല്ല, വാ നല്ല തുറ. ഇപ്പൊ ഇറക്കല്ലേ, വാ തുറക്ക്. ഇത് മൊത്തവും കൂടെയോ? അല്ലല്ല, ഞാൻ തരും, നീ ചിരി തരും. വാ തുറ, നല്ല തുറ. ഇറക്കണം. അതാ പണിഷ്മെന്റ്. എന്തായാലും നല്ലൊരു ഗെയിം ആയിരുന്നു കേട്ടോ. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ഹാപ്പി ആയത്. പിന്നെ അല്ലാതെ തുടങ്ങിയപ്പോ തൊട്ടേ കിടന്ന അലപ്പ, മനസ്സമാധാനം ഇല്ല. ശരി, നിങ്ങൾ ചെറുവിരലിൽ നിന്ന് തല വരെ പെരുത്ത് കയറി, നല്ല പിരിഞ്ഞ ഒഴിച്ച്. പിന്നെ അല്ലാതെ എന്തിനാ പാവയ്ക്ക് എനിക്ക് 1 മിനിറ്റ് എനിക്ക് കണ്ണി ഇരുട്ട്. ഒരു നിമിഷം ആ പാവയ്ക്ക് കഴിച്ചിട്ട് ഇറക്കും അവസാന നിമിഷം ഉണ്ടല്ലോ, ആ കയ്പ് തന്നെ ഒരു 5 മിനിറ്റ് തൊണ്ടേ തന്നെ കാണും. അല്ല, ഇനിയിപ്പോ നമ്മൾ ഒരുമിച്ച് തുറക്കല്ലേ? അല്ല, എടുത്തോടനെ തുറക്കല്ലേ? എല്ലാരും എടുത്തിട്ട് ഒരുമിച്ച് തുറക്കാവൂ. എന്നിട്ട് സമാധാനത്തിൽ ആരാണ് പണിഷ്മെന്റ് കിട്ടുന്നത് അവര് വേണം കഴിക്കാൻ. പണിഷ്മെന്റ് ആർക്കാണോ ആ സാധനം വേണം ആദ്യം കഴിക്കാൻ. എടുക്കരുത്, തുറക്കരുത്. തുറന്നു നോക്കി തോന്നുന്നു കിട്ടി. ഈ പൊന്നു എന്തോ ഇത്ര ആലോചിക്കുന്നത്? അത് ഏതെങ്കിലും ഒന്ന് എട്. ഓക്കെ, തുറക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തുവാ മോനൂട്ടന്? സ്ട്രോബെറി. എനിക്ക് മോനൂട്ടന് ഒരുപോലെ സ്ട്രോബെറി. എനിക്ക് മുസംബി. പാവയ്ക്ക. അപ്പൊ നമ്മളെ പൊന്നൂസിന് പാവയ്ക്ക കഴിക്കോടെ. ഇതുവരെ ഒരു പാവയ്ക്ക നല്ലൊരു കടിയാൻ കടിച്ചോ. ഇത് അത്ത കടിച്ചാ, അത്ത ഇത്ര കടിച്ചു. അല്ല, അമ്മച്ചിക്ക് സ്ട്രോബെറി. മക്കളെ കൂട്ടാ സെയിം. നല്ല കഴിവി വൃത്തിയൊക്കെ വെച്ചേക്കോ, പേടിക്കണ്ട. അത്ത കടിച്ചില്ലേ? ആഹാ, അവള് സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? ഒന്നും സംഭവിക്കുന്നില്ലേ? കയ്പില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, പൊന്നൂസ് എന്തായാലും അവള് സിമ്പിൾ ആയിട്ട് അത് കഴിച്ചു. അപ്പൊ ഇനി എനിക്ക് മോനൂട്ടനും മക്കളെ കഴിച്ചോ. ഇന്നാ അതെന്തോ നല്ല തേനുണ്ടായിരുന്നു. അയ്യോ, കണ്ടിട്ടില്ലാത്തതിന്റെ വിട്ടാ നല്ല തീറ്റി.
വിഷമിക്കണ്ട, ഇനിയും കിട്ടും ആടാ. നീ എത്ര കുറിയിരിക്കുന്നു. ഓക്കെ ഉപ്പിടാം. മുസമ്പിക്ക് ആരെങ്കിലും ഉപ്പിടുവോ? പുളി ഉണ്ടാക്കില്ല. അങ്ങനെ മുസമ്പിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? മുസമ്പി പുളിയുണ്ടോടി? സമാധാനം എന്താ? ഇന്നലെ ഞങ്ങള് മുസമ്പി തിന്നോണ്ട് മധുരമായിരുന്നു. അല്ല സ്ട്രോബെറി വെരി ഗുഡ്. പക്ഷേ സ്ട്രോബെറിനെക്കാട്ടിലും അത്ര ഒന്നുമില്ല. വേറെ കാര്യമുണ്ട്, വയറ് വശന്നിരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോ ഭയങ്കര രുചിയായിരിക്കും. തരത്തില്ല ഞാൻ. ഞങ്ങൾക്കൊന്നും വേണ്ട അത്താടെ മൂസമ്പി, ഞങ്ങൾ സ്ട്രോബെറി ഇട്ടു. വെരി ഗുഡ്. ഓക്കേ, ഇനി അടുത്തത് ഞാൻ ഇടാം. തേർഡ് റൗണ്ട്, മൂന്നാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പോ മക്കള് നല്ലൊരു ബിരിയാണി ഞാൻ എടുത്ത പൊന്നൂസ്. അല്ല അവ എടുത്തില്ല. ആരും തുറക്കല്ലേ എന്ന് പറയുമ്പോഴും അത് എനിക്ക് തുറക്കാനും തോന്നുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. തുറന്നോ? അയ്യോ എനിക്ക് പച്ചവെള്ളം. മോനെന്തോ കണ്ടോ? അപ്പൊ മോനോട്ടിന് കിട്ടേണ്ട അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. കാര്യമായിട്ട് നല്ല പല്ലില്ല, അതെന്റെ കാര്യമാണ്. അത്ത കടിച്ചിട്ട് അത്ര വായിലോട്ട് വെച്ച് അതങ്ങനെ എന്റെ വായ കഴിക്കത്തില്ലേ? മതി അത്രേ മതി. പല്ല് വേണ്ടേ? ആ ഒന്ന് നക്കിയാ മതി. പല്ലില്ലാത്തോണ്ട് ചെറിയൊരു വിട്ടുവീഴ്ച. അപ്പൊ ഞാൻ വെള്ളം. നിനക്ക് എന്താ കിട്ടിയത്? ആ മന്തി. ആർക്ക് വേണം ഇപ്പൊ മന്തി? ഞാൻ വെള്ളം കുടിക്കട്ടെ. കൈപ്പറിയാതെ കുടിച്ചതാ, ഭയങ്കര കയ്പായിരുന്നു. വേണ്ട, എല്ലാരും അങ്ങോട്ട് മാറും. ഞാൻ ഇരിക്കട്ടെ, എല്ലാരും മാറിയിരിക്കുക. ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് ആദ്യമായിട്ട് മന്തി കിട്ടുന്നു. അമ്മക്ക് ആദ്യമായിട്ട് മന്തി. എനിക്ക് ഇച്ചിരി മതി. മതി. ചിക്കൻ മയോനൈസ്. എനിക്ക് മയോനൈസ് തരൂ. പെട്ടെന്ന് കഴിക്കണേ. ആ അമ്മ പെട്ടെന്ന് കഴിക്കാം. ചിക്കൻ. പൊന്നൂന് മന്തി കിട്ടിയായിരുന്നോ? കിട്ടിയില്ലല്ലേ? എനിക്ക് ചിക്കൻ പീസ് എടുക്കുക, മയോനൈസിൽ മുക്കുക. മതിയോ? അടുത്ത എടുക്കാം. അടുത്ത എനിക്ക് മുസമ്പി കിട്ടണം. അപ്പം ഫ്രണ്ട്സ് അടുത്ത പേപ്പർ എടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ 4th റൗണ്ടില്ലേ അണ്ണേ? 4th റൗണ്ട് പെട്ടെന്ന് ഇത് തീരും ഫ്രണ്ട്സ്, കാരണം ഇങ്ങനെ ആയതുകൊണ്ട്. ആദ്യമേ ഇത് മതിയായിരുന്നു. ചുമ്മാ ഇട്ട് എത്ര നേരം പോയത്. എല്ലാരും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തുറന്നു നോക്കായിരുന്നു. നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണാം. റെഡി 1 2 3 സ്റ്റാർട്ട്. പൊന്നു ബിരിയാണി. എനിക്ക് മുസമ്പി. എനിക്ക് കുക്കുംബർ. 1 2 3 സ്റ്റാർട്ട്. ഇപ്പുറത്തെ വശം കുക്കുംബർ കഴിക്കാൻ വലിയ കുഴപ്പമില്ല. എനിക്ക് 2 കിട്ടി. ഞാൻ അനങ്ങാതെ നിൽക്കും. എനിക്ക് ഒന്ന് തണ്ണിമത്തങ്ങ, ഒന്ന് നാരങ്ങ. വേണമെങ്കിൽ ഇത് 2 തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, എടി ഒരെണ്ണം തറയെ വീണതാടി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ തുറക്കാം. 3 ബിരിയാണി ആയിരുന്നില്ലേ? ഞാൻ ഇപ്പൊ തിന്നതാ. അഹങ്കാരമല്ലയോ? എനിക്ക് പെപ്സി ആട്ടോ. ഒരെണ്ണം കുടിച്ചില്ല. ഇത്ര അഹങ്കാരം പാടില്ല. നീ തീർന്നടാ. വിഷമവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടോ? ഉണ്ട്. ഓരോ കവള് തരാം, പിന്നെ തരാം. മന്തി ഉള്ളവരിരിക്കട്ടെ.
കണ്ട ഒന്നുമില്ല അല്ലേ? മോനോടെ കുക്കുംബർ കഴിക്കാണ്. നിക്ക്. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ പിന്നീട് പിന്നെ കൊടുക്കുന്നത്. ഇപ്പൊ കാര്യമായിട്ട് പെട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ നിങ്ങൾ തുടങ്ങിയ അപ്പം തൊട്ടാണ്ട് എനിക്ക് വീഴുമ്പോ എല്ലാരും മുത്തിന് കഴിവുണ്ട്. ഞങ്ങൾ അങ്ങനാണോ? ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വീഴത്തില്ലെന്ന് അറിയാവുന്നോണ്ടാ. ആണോ? വലിയ കാര്യമല്ലേ കുപ്പിയെ കൊണ്ട് മലത്തി ഇടുന്നത്. മുതലെടുക്കണ സജി. അപ്പം അടിപൊളി സന്തോഷമായിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മന്തി മക്കൾ തിന്ന മൊത്തം. അപ്പൊ ഗൈസ് എനിക്ക് ലാസ്റ്റ് റൗണ്ടിൽ മന്തി കിട്ടിയിരിക്കുകയാണ്. മന്തി കിട്ടി ഫ്രണ്ട്സ്. പൊന്നൂന് മാത്രം മന്തി കിട്ടിയിട്ടില്ലായിരുന്നു. അമ്മയ്ക്കും കിട്ടി. അപ്പൊ പൊന്നൂന് മന്തി തിന്നുന്ന കാണിക്കണോ? അപ്പൊ പൊന്നു മന്തി കഴിക്കട്ടെ. എനിക്ക് കിട്ടാത്തൊരു സാധനമുണ്ട്. സ്ട്രോബെറി തണ്ണിമത്തങ്ങനും കിട്ടിയില്ല. ഓക്കെ, എനിക്കും തണ്ണിമത്തങ്ങ കിട്ടില്ല. മൂന്നുകുട്ടിന് മാത്രമേ തണ്ണിമത്തങ്ങ കിട്ടിയുള്ളൂ. ആസ്വദിച്ച് മന്തി കഴിക്കാൻ പോ ഫ്രണ്ട്സ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുന്നു. അപ്പോ എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ്.